പിണറായിയിലെ സ്ഫോടനം വിപിൻ രാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. സ്ഫോടനം നടന്നത് റീൽസ് ചിത്രീകരണത്തിനിടെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. പൊട്ടിയത് പടക്കമെന്നായിരുന്നു പോലീസും CPM-ഉം പ്രചരിപ്പിച്ചത്. അനധികൃതമായി നിർമ്മിച്ച സ്ഫോടക വസ്തു തന്നെയാണ് പൊട്ടിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. ഇതിപ്പോ ഈ സംഭവത്തിന് പിന്നാലെയുള്ള FIR ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ജിൽസി. ഇത് പടക്കം പൊട്ടിയതാണ് എന്നുള്ള ഒരു FIR-ലാണ് പോലീസ് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല EP-യുടെ ഒക്കെ പ്രതികരണം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ക്രിസ്മസിന് യെസ്, അപ്പോൾ അതാണ് ഈ സംഭവം. ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ പുറത്ത് വന്നപ്പോൾ എന്താണത് സംഭവിച്ചത് എന്ന് കൂടി മനസ്സിലാവുന്നുണ്ട്. റീൽസ് ചിത്രീകരണത്തിനിടെയാണ് ഇത് സ്ഫോടക വസ്തു പൊട്ടിയത് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ്. പടക്കം എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും അത് അങ്ങനെയല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, ഈ സൂചിപ്പിച്ചതുപോലെ FIR ഒക്കെ നമ്മൾ കണ്ടതാണ്, കുറ്റപത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഒരു ദൃശ്യം പുറത്ത് വരുന്നുണ്ടല്ലോ ബിജീഷ്. ഇത് ആ സംഭവത്തിന് തൊട്ട് മുമ്പുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നോ? ഇതിനകത്ത് ഒരു റീൽസ് ചിത്രീകരണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരുതരം നാടൻ സ്ഫോടക വസ്തുവാണ്. അത് ബോംബ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും തിരിയുള്ള ഒരു സാധനമാണ്. തിരിച്ച് തീ കൊടുക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. അത് കഴിഞ്ഞ് കുറച്ചു സമയം കയ്യിൽ വെച്ച ശേഷം അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഈ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഈ ദൃശ്യങ്ങളിൽ മറ്റൊരു ശബ്ദം കൂടി നമുക്ക് വ്യക്തമാകാം. കൈ പോയി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിപിൻ രാജ് റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഈ സ്ഫോടക വസ്തു കയ്യിൽ വെച്ച് തീ കൊടുത്ത് പിന്നീട് സ്ഫോടനം സംഭവിച്ച ആള് അയാളുടെ 3 വിരലുകൾ, വലത് കൈപ്പത്തിയുടെ 3 വിരലുകളാണ് അറ്റുപോയിരുന്നത്. അതിന് പിന്നാലെയാണ് അയാളെ ചാലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടുകൂടിയാണ് സ്ഫോടനം നടന്നു എന്നുള്ള വസ്തുത നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ അറിഞ്ഞത്. ഏതായാലും നിത്യം നേരത്തെ പറഞ്ഞതുപോലെ പടക്കം പൊട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു ഗുരുതരമായ സ്ഫോടക വസ്തു ഉപയോഗിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമൃത.